الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം തഖ്വാ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള എലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫലം കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. മനുഷ്യർ സ്ഥാനമാനങ്ങൾക്ക് പിറകെ പരക്കം പായുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം രാഷ്ട്ര സേവനമാണെങ്കിലും അതൊരു തൊഴിലായി കാണുന്ന ഒരു കാലം. പണ്ടുകാലത്ത് ഒന്നുമില്ലാതെ രാഷ്ട്രീയ കളത്തിലേക്കിറങ്ങിയിട്ടുള്ള ആളുകൾ ശതകോടീശ്വരന്മാരായി മാറിയിട്ടുള്ള കഥകളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് അടിമകളാക്കി അടിച്ചൊതുക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരങ്ങളുടെയും സ്വാധീനങ്ങളുടെയും മറവിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്കും അതുപോലെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും ലക്കും ലഗാനവുമില്ലാത്ത അവസ്ഥ കൈവന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അധികാരമെന്നത് ആ അധികാരത്തിൻ്റെ ഓരോ നിമിഷവും ജനസേവനത്തിനായിരിക്കണം അധികാരികളായ ആളുകൾ ചെലവഴിക്കേണ്ടത്. നീതിയും മാന്യതയും
സൗമ്യതയും ഭരണകർത്താക്കളുടെ പ്രതീകങ്ങളായി മാറേണ്ടതുണ്ട്. അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതിത്വവും ഭരണീയരായ ആളുകളിലും ഭരണകൂടങ്ങളിലും തീരെ കാണുവാൻ പാടുള്ളതല്ല. ഇതെല്ലാം പൊതുവെ നാം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവെയുള്ള ഒരു അവസ്ഥയാണ്. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഭരണത്തെക്കുറിച്ചും ഭരണീയരെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ? അത് മാനവിക സമൂഹത്തിന് എത്രമാത്രം ഗുണപാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൽ ഭരണമുണ്ട്, ഭരണീയരുണ്ട്, രാഷ്ട്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭരണം നേടുവാനുള്ള ഒരു പ്രസ്ഥാനമോ പദ്ധതിയോ അല്ല. ഭരണം കിട്ടിയാലേ ഒരാളുടെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാകൂ എന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. വിരലിലെണ്ണാവുന്ന പ്രവാചകന്മാർക്കു മാത്രമാണ് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ട് ഭരണം ലഭിച്ചത്. ഈ പറഞ്ഞ രൂപത്തിൽ വിരലിലെണ്ണാവുന്ന പ്രവാചകന്മാർക്ക് മാത്രമാണ്. ഭരണമെന്നത്, രാഷ്ട്രമെന്നത് ഒരു വിലക്കപ്പെട്ട കനിയെങ്കിലും അതിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭരണം നടത്തുകയും അവിടെ മാതൃകാപരമായ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഇസ്ലാമിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതുപോലെ ഇസ്ലാമിൽ കൃഷിയുണ്ട്, ഇസ്ലാമിൽ കച്ചവടമുണ്ട്, ഇസ്ലാമിൽ തൊഴിലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം ഖുർആനിലും ഹദീസിലും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. കൃഷിയുണ്ട്, കൃഷിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ കൃഷി ചെയ്തെങ്കിലേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ, അയാളുടെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ഖുർആനിലും ഹദീസിലും കച്ചവടത്തെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ കച്ചവടം ചെയ്തെങ്കിലേ ഒരാളുടെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാവൂ എന്നും പറയാൻ കഴിയില്ല. അതുപോലെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കുക എന്നതാണ് ഇസ്ലാം ആ രംഗത്ത് കാണുന്ന കാഴ്ചപ്പാട്. ഭരണത്തെക്കുറിച്ചും ഭരണീയരെക്കുറിച്ചും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞത് ഖിയാറു അഇമ്മതികും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, ഏറ്റവും നല്ല ഭരണാധികാരികൾ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും നല്ല ഭരണാധികാരികൾ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന അത് മുസ്ലിം ഭരണപ്രദേശങ്ങളിലാകട്ടെ മുസ്ലിമേതര ഭരണപ്രദേശങ്ങളിലാകട്ടെ ഇങ്ങനെയുള്ള ഒരു ബന്ധം ഭരണകർത്താക്കളും ഭരണീയരും തമ്മിലുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിർത്താതെ വീണ്ടും ഹദീസിൽ പറയുന്നു വശിറാറു അഇമ്മതികും, നിങ്ങളിലെ ഏറ്റവും ദുഷിച്ച ഭരണാധികാരികൾ നേതാക്കൾ എന്ന് പറയുന്നത് അല്ലദീന തുബ്ഗിലൂനഹും വയുബ്ഗിലൂനകും, നിങ്ങൾ അവരെ വെറുക്കുന്നു, അവർ നിങ്ങളെയും വെറുക്കുന്നു.
വതൽഅലൂനഹും വയൽഅനൂനകും, നിങ്ങളെ അവർ ശപിക്കുന്നു, അവർ നിങ്ങളെയും ശപിക്കുന്നു. നിങ്ങളെ അവരും അവർ നിങ്ങളെയും പരസ്പരം ശപിക്കുകയും കാണരുത്, കേൾക്കരുത്, അടുക്കരുത് എന്ന രൂപത്തിൽ പരസ്പരം അകൽച്ചയിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഏറ്റവും ദുഷിച്ച ഭരണാധികാരികൾ എന്നും പ്രവാചകൻ പറയുന്നു. അപ്പോൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ ഭരണ നേതൃത്വത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതുപോലെ ജനങ്ങൾ അങ്ങോട്ടും അദ്ദേഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ആളുകളാണ് ആവേണ്ടത് എന്നതാണ് പ്രവാചകൻ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഭരണാധികാരികളായി, ഗവർണർമാരായി നിയോഗിച്ചപ്പോൾ പ്രവാചകൻ അവരോട് പ്രത്യേകം കുറെ നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു യസ്സിറൂ വലാ തുഅസ്സിറൂ സക്കിനൂ വലാ തുനഫിറൂ. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാണ് നൽകേണ്ടത്, നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുവാൻ പാടില്ല. നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്, അവരെ നിങ്ങൾ വെറുപ്പിക്കരുത് എന്നതൊക്കെ പ്രവാചകൻ നൽകിയിട്ടുള്ള ഉപദേശമാണ്. എന്നാൽ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ ഇന്നത്തെ വർത്തമാനകാലത്ത് രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഇടയിൽ ഏത് രൂപത്തിലാണ് എന്ന് നമുക്കറിയാം. ഒരു ഭരണാധികാരി യാത്ര ചെയ്യണമെങ്കിൽ ആ ഭരണാധികാരിക്ക് വേണ്ടി മണിക്കൂറുകളോളം സാധാരണക്കാരായ ആളുകളെയും രോഗികളും പ്രയാസമനുഭവിക്കുന്നവരുമായ ആളുകളെയും തടഞ്ഞു നിർത്തി അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ അവർക്ക് എളുപ്പമാണ് ഉണ്ടാക്കേണ്ടത്, പ്രയാസമല്ല ഉണ്ടാക്കേണ്ടത് എന്നതിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുകയും ജനങ്ങളെ അസമാധാനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരുപാട് അവസ്ഥകൾ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്തുടനീളം ലോകത്തുടനീളം ഉടലെടുക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ സക്കിനു വലാ തുനഫിറു, നിങ്ങൾ അവർക്ക് സമാധാനം നൽകുകയാണ് ചെയ്യേണ്ടത്, അവരെ വെറുപ്പിക്കുകയല്ല എന്നതിൻ്റെ പ്രാധാന്യവും എത്രത്തോളമുണ്ട് എന്ന് ലോകം തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. അള്ളാഹുവിനോടും ഭരണാധികാരികളോടുമുള്ള ഭരണീയരോടുമുള്ള കടപ്പാടുകളാണ് ഭരണം എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് കടപ്പാടുണ്ട്, ഭരണീയരായ ആളുകളോടും കടപ്പാടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള സൂറത്ത് സ്വാദ് 38 അധ്യായം 26 വചനത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്, ദാവൂദേ നിന്നെ ഞാൻ ഭൂമിയിൽ പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു, ഭരണകർത്താവായി നിശ്ചയിച്ചിരിക്കുന്നു. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, അതുകൊണ്ട് ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ സത്യസന്ധമായ രൂപത്തിലെ ജനങ്ങൾക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കാവൂ, വിധി കൽപ്പിക്കാവൂ. സ്വജനപക്ഷപാതിത്വം ഉണ്ടാകുവാൻ പാടില്ല, അനീതി നിന്റെ ഭരണത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. തുല്യനീതിയോടുകൂടി എല്ലാവർക്കും ഒരുപോലെ എന്ന ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഭരണമേ ദാവൂദേ നീ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. വലാ തത്തബിൽ ഹവാ, നീ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു പോകരുത്. നിന്റെ ഇച്ഛകൾക്ക്, താല്പര്യങ്ങൾക്ക്, ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പല രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നീ വഴിപ്പെട്ടു പോകരുത്. അങ്ങനെ വന്നാൽ ഫയുളില്ലക അൻ സബീലില്ലാഹ്, ആ നിലപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തന്നെ തെറ്റിച്ചു കളയും. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്,
വിചാരണയുടെ ദിവസത്തെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചതിനാൽ അവർക്ക് കഠിനമായ ശിക്ഷയാണുണ്ടാവുക എന്ന് നീ ഓർക്കണം എന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ലോകം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഉപദേശമാണ്. ജനങ്ങൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവരെ ഒരേ രൂപത്തിൽ ഒരേ മനസ്സോടുകൂടി കണ്ടുകൊണ്ട് നീതിപൂർവകമായ ഭരണമാണ് കാഴ്ചവെക്കേണ്ടത് എന്നത് ലോകത്തിന് ഖുർആൻ നൽകുന്ന സന്ദേശവും കൂടിയാണത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അധികാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് എന്നും അതിന് വേണ്ടി വില പേശരുത് എന്നും അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തരുത് എന്നുമൊക്കെ പ്രവാചകന്റെ ഹദീസുകളിൽ കാണാവുന്നതാണ്. ലാ തസ്അലിൽ ഇമാറ, ഒരിക്കലും ഇമാറത്തിനെ അധികാരത്തെ നീ ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക ഉഅ്തീതഹ അൻ ഗൈരി മസ്അല, ചോദിക്കാതെയാണ് നീ യോഗ്യനാണ്, അതിന് പറ്റിയവനാണ്, അവനാണതിന് കൊള്ളാവുന്നവൻ, അവളാണതിന് കൊള്ളാവുന്നവൾ എന്ന് ആളുകൾ മനസ്സിലാക്കി നിന്നെ അവർ ആ രൂപത്തിൽ ആക്കുകയാണ് എങ്കിൽ, അധികാരത്തിലേക്ക് എത്തിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. ഇനി നേരെ മറിച്ച് ചോദ്യത്തിലൂടെയാണ്, സമ്മർദ്ദത്തിലൂടെയാണ്, ആ രൂപത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെയാണ് അധികാര കസേരകളിലേക്ക് നീ എത്തിയത് എങ്കിൽ വുക്കിൽ തഇലൈഹ, നിനക്കത് ഭാരമായി തീരുകയാണ് ചെയ്യുക. ഈ സമകാലിക ലോകം കാതോർക്കേണ്ടുന്ന, അവർ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിക്കേണ്ടുന്ന എത്രമാത്രം ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ ഈ രംഗത്ത് നൽകുന്നത് എന്ന് നാം ആലോചിച്ചു നോക്കുക. അതുപോലെ മറ്റൊരു തിരുവചനത്തിൽ ഇന്നക്കും ലതഹരിസൂന അലൽ ഇമാറ, നിങ്ങൾ ഭരണം കിട്ടണമെന്ന്, സ്ഥാനം കിട്ടണമെന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ട്. വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, എന്നാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ഖേദത്തിന് ഇടവരുത്തുന്നതായി തീരും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇസ്ലാം വിശാലമായപ്പോ പല നാടുകളിലേക്ക് ഭരണാധികാരികളെ പ്രവാചകൻ പറഞ്ഞയച്ചപ്പോ, ഗവർണർമാരെ നിയോഗിച്ചപ്പോ ആ കൂട്ടത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പത്തരമാറ്റുള്ള ഒരു വിശ്വാസിയാണ്, അത്രമാത്രം ഈമാൻ തുളുമ്പുന്ന വ്യക്തിയാണ്. ആ അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അലാ തസ്തഅ്മിലുനി, പ്രവാചകരെ എന്നെ എന്താണ് നിങ്ങൾ ഒരിടത്തേക്കും ഒരു ഭരണകർത്താവായി പറഞ്ഞയക്കാത്തത്, എന്നെ നിയോഗിക്കാത്തത് എന്താണ് പ്രവാചകരെ എന്ന് പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതിപ്പെട്ടപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യാ അബൂദർ ഇന്നക ലഈഫുൻ, അബൂദർറെ നീ ഈ വിഷയത്തിൽ ദുർബലനാണ്. ഒരു ജനത്തിന്റെ അധികാരം നിന്റെ കയ്യിൽ കിട്ടിയാൽ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനല്ല നീ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ അത് ഈ അധികാരം നൽകാതിരിക്കുന്നത്. വഇന്നഹാ അമാനത്തുൻ, അധികാരം എന്ന് പറയുന്നത് അതൊരു അലങ്കാരമല്ല, മറിച്ച് അത് അമാനത്താണ്, അള്ളാഹു ഏൽപ്പിച്ച കാര്യമാണ്, അവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമ, അത് ലഭിച്ചാൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഖേദത്തിനും അതുപോലെ തന്നെ ആ അപമാനത്തിനും കാരണമായി തീരും. അതുകൊണ്ട് അബൂദർറെ നിനക്ക് അധികാരം കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കിട്ടിയാൽ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്ന് അബൂദറിനെ ഉപദേശിക്കുന്ന നമുക്ക് കാണാവുന്നതാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ജീവിതത്തിൽ എല്ലാവരും ഭരണാധികാരികളാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ എന്ന പ്രസിദ്ധമായ ഹദീസിലൂടെ പ്രവാചകൻ അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഭരണാധികാരികളാണ്. പുരുഷൻ അവന്റെ വീട്ടിൽ ഭരണാധികാരിയാണ്, സ്ത്രീ ഭർത്താവിന്റെ വീട്ടിൽ ഭരണാധികാരിയാണ്, ഇമാമ നാട്ടിൽ ഭരണാധികാരിയാണ്. ഓരോരുത്തരും അവരുടെ മേഖലകളിൽ ഭരണാധികാരികളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ഭരണാധികാരിയാണ്, കീഴ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥൻ ഭരണാധികാരിയാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഓരോരുത്തരും ഭരണാധികാരിയാണ്.
അപ്പോ ഈ ഭരണകർത്തൃത്വത്തെ സംബന്ധിച്ചെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവന് അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മാമിൻ അമീരിൻ യലി ഉമൂറൽ മുസ്ലിമീന സുമ്മ യജ്ഹദു ലഹും വയൻസഹു ലഹും ഇല്ലാ യദ്ഖുല മഅഹുമുൽ ജന്ന. ഒരു ജനങ്ങളുടെ അധികാരം ഒരു ഭരണാധികാരിക്ക് കേൾപ്പിച്ചു കൊടുത്തു. അയാൾ മാന്യതയോടുകൂടി തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടാൽ ആ ജനങ്ങളോടൊപ്പം അയാളും സ്വർഗത്തിലായിരിക്കുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാം കേട്ടിട്ടുണ്ട് പലപ്പോഴും അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗമുണ്ട് എന്ന്. അള്ളാഹുവിന്റെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആരും സഹായിക്കാനില്ലാത്ത രക്ഷിക്കാനില്ലാത്ത സമയത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ വിരിക്കുന്ന 7 വിഭാഗം ആളുകൾ. ഈ 7 വിഭാഗത്തിൽ ഒന്നാമതായി പ്രവാചകൻ എണ്ണിയത് ഇമാമുൻ ആദിലുൻ എന്നാണ്, നീതിമാനായ ഒരു ഭരണാധികാരി. കാരണം ആ ഒരു ഭരണം ആ രൂപത്തിൽ നീതിപൂർവകമാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനം വേണം, ഒരുപാട് വിശ്വാസം വേണം. അതുകൊണ്ട് ആ ഇമാമുൻ ആദിലുൻ നീതിമാനായ ഭരണാധികാരിക്കാണ് അർശിന്റെ തണലിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നാമത്തെ സ്ഥാനം നൽകിയത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ശർറർ റുആഇ അൽ ഹുതമ, കാർക്കശ്യം കാണിക്കുന്നവനാണ് ദുഷിച്ച ഭരണാധികാരി. ഈ പറഞ്ഞ ഓരോ ഹദീസുകളെയും വിശദീകരിക്കുവാൻ നമുക്ക് ഈ സമയം ഈ സ്ഥലവും സന്ദർഭവും പോരാ. ഞാനത് സൂചനകൾ മാത്രം നൽകുകയാണ്. ജനങ്ങളോട് കാർക്കശ്യം കാണിക്കുന്നവൻ, അടുക്കാൻ പറ്റാത്തവൻ, സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവൻ, ഇടപഴകാൻ താല്പര്യമില്ലാത്തവൻ, അങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഏറ്റവും ദുഷിച്ച ഭരണാധികാരികൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഭരണാധികാരികളോട് ഇലക്ഷന്റെ സമയത്തോ അതുപോലെ തെരഞ്ഞെടുപ്പുകളുടെ സമയത്തോ അവരുടെ അടുക്കൽ ചെല്ലുകയും അവരോട് എല്ലാ രൂപത്തിലും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് അവർ അധികാരത്തിലെത്തിയിട്ട് ഈ ഭരണീയരെ മറന്നു പോവുകയാണ് എങ്കിൽ പ്രവാചകൻ പറയുന്നത് ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ 100 ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകിയിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള ആ സ്വഹാബത്ത് പ്രവാചകന്റെ കാലശേഷം ഭരണം നടത്തിയപ്പോ ഈ പറഞ്ഞ രൂപത്തിലുള്ള മാതൃകകളും നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകന്റെ കാലശേഷം 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർബന്ധിതമായി കൊണ്ട് ആ ഭരണകർത്തൃത്വത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലെ ഒരു ഭാഗം അയ്യുഹന്നാസ് ഇന്നി ഖദ് വല്ലീതു അലൈക്കും ഫലസ്തു ബിഖൈരിക്കും, ജനങ്ങളെ ഞാൻ നിങ്ങളുടെ ഭരണാധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങളെ ഭരിക്കാനുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഫലസ്തു ബിഖൈരിക്കും, എന്നാൽ ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല. വഇന്ന ഹസൻതു ഫഅഈനൂനി, ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം, എൻ്റെ കൂടെ നിൽക്കണം, എന്നോട് സഹകരിക്കണം. വഇന്ന സഅതു ഫഖവ്വിമൂനി, ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എങ്കിൽ എന്നെ നിങ്ങൾ നേരെയാക്കണം, എന്നെ നിങ്ങൾ നേരെയാക്കണം. എൻ്റെ തെറ്റിനോടും നിങ്ങൾ സഹകരിക്കുകയല്ല വേണ്ടത്, എന്നെ നേരെയാക്കുവാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം. ഈ അധികാരമേറ്റെടുത്ത് തൊട്ടടുത്ത ദിവസം അദ്ദേഹം രാവിലെ ഭാണ്ഡക്കെട്ടുകളുമായി കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും തടഞ്ഞു നിർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്കിനി ജനങ്ങളുടെ കാര്യം നോക്കുവാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് അർഹിക്കുന്ന വിഹിതമെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഭരണം നടത്തുക. അങ്ങനെ 250 സ്വർണ്ണ നാണയം
ജീവിക്കുവാനുള്ള ഒരു മാസത്തേക്കുള്ള പ്രതിഫലമായി നിശ്ചയിക്കുകയും ഒരു ദിവസത്തേക്ക് അല്പം ആടിൻ്റെ അല്പം മാംസവും ജീവിക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്ത് അങ്ങനെ ഭരണം നടത്തിയിട്ടുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് ലോകപ്രസിദ്ധമായ ഒരുപാട് ചരിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി 1933 മദ്രാസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറയുകയുണ്ടായി. ഗാന്ധിജിയുടെ മനസ്സിലുള്ള ഒരു ആശയമായിരുന്നില്ല ഞാൻ ഉമറിനെ ഇഷ്ടപ്പെടുന്നു, ഉമറിന്റെ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു എന്നത് മനസ്സിൽ ഒരു ആശയം വെച്ച് താലോലിക്കുകയല്ല, മറിച്ച് മദ്രാസിൽ വെച്ചുകൊണ്ട് 1933 നടന്ന ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തുറന്നു പറയുകയാണ്, നാം ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിലാണ്, ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയം വരിക്കും, ഇന്ത്യ സ്വതന്ത്രമാകും, സ്വതന്ത്രമായാൽ ഞാൻ ഇവിടെ നടന്നു കാണണം ആഗ്രഹിക്കുന്നത് നീതിമാനായ ഉമറിന്റെ ഭരണമാണ് എന്ന് തുറന്നു പറഞ്ഞ മഹാനായ വ്യക്തിയാണ് ഈ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എന്നത് ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. രാത്രിയിൽ വേഷപ്രച്ഛന്നനായി നടക്കുന്ന അദ്ദേഹത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആമുർ റമാദി എന്ന് പറയുന്ന അതിക്ഷാമത്തിന്റെ ഒരു കാലഘട്ടമുണ്ടായപ്പോ സാധാരണ ഭരണാധികാരികളാണെങ്കിൽ അവർ സുഭിക്ഷതയോടുകൂടി കഴിയുകയും സാധാരണക്കാർ വിഷമിക്കുകയുമാണല്ലോ ചെയ്യുക. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആമുർ റമാദി എന്ന് പറയുന്ന ആ ക്ഷാമത്തിന്റെ കാലം കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൊലികളൊക്കെ കറുത്തു പോവുകയാണ്. കാരണം ചുവന്ന ചുട്ട റൊട്ടി തിന്ന് ആ രൂപത്തിലുള്ള വിഷമം സഹിച്ചത് കൊണ്ട് ജനങ്ങളോടൊപ്പം ആ വിഷമം അദ്ദേഹവും സഹിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഒരിക്കൽ വിദേശത്തുള്ള ഒരു യാത്രക്കാർ നാട്ടിൽ വന്നപ്പോ ഏതോ ചെറിയ കുട്ടി കരയുന്നത് കേൾക്കുകയാണ്. ആ കുട്ടി കരയുന്നത് കേട്ടപ്പോ അവിടെ ചെന്ന് അന്വേഷിച്ചു, എന്തിനാണ്? മുലകുടി വറ്റിയാലേ ഉമർ റളിയല്ലാഹു അൻഹു റേഷൻ നൽകുകയുള്ളൂ, അതുകൊണ്ട് മുലകുടി വറ്റിക്കാൻ വേണ്ടി 2 വയസ്സാകുന്നതിന് മുമ്പേ ആ കുട്ടിയെ നിർബന്ധിക്കുകയാണ് എന്ന് അവർ ആ വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തിയപ്പോ അദ്ദേഹം കരയുകയാണ്. കാരണം എൻ്റെ ഈ നിയമം കൊണ്ട് എത്രയെത്ര കുട്ടികളാണ് വിഷമിക്കുന്നത്, എത്രയെത്ര മാതാക്കളാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ നിയമം മാറ്റുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ഇസ്ലാമിലെ ഭരണ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ ലോകത്തിനുടനീളം എന്നും ഉദാത്ത മാതൃകകൾ സമ്മാനിക്കുന്നതാണ്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ആളുകൾ അങ്ങനെ ഭരണ നേതൃത്വങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അത് ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഈ പറഞ്ഞ ചരിത്രങ്ങളുടെ പേരിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ഭരണകർത്താക്കളായിട്ടുണ്ടോ, മാതാവ് എന്ന നിലയിലുണ്ട്, ഭർത്താവ് എന്ന നിലയിലുണ്ട്, ഭാര്യ എന്ന നിലയിലുണ്ട്, കുടുംബനാഥൻ എന്ന നിലയിലുണ്ട്, ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുണ്ട്, വിദ്യാർത്ഥി എന്ന നിലയിലുണ്ട്. ഇതൊക്കെ ആ മേഖലകളിലെല്ലാം ഈ ഒരു നിയമങ്ങളും സൂക്ഷ്മതയും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുന്ന അള്ളാഹുവിനെ ഓർത്ത് ഓരോ ഭരണരംഗത്തെയും കൈകാര്യം ചെയ്യുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്റൻ ബിനിഅമതി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പടയങ്കി നഷ്ടപ്പെട്ടു. അദ്ദേഹം 4ാമത്തെ ഖലീഫയാണ്, ഭരണാധികാരിയാണ്. പടയങ്കി നഷ്ടപ്പെട്ടപ്പോൾ ഒരു ജൂതൻ്റെ അടുക്കൽ ഈ പടയങ്കി പിന്നീട് കണ്ടു. അങ്ങനെ ആ പടയങ്കിക്ക് വേണ്ടി കേസ് കൊടുക്കുകയാണ് കോടതിയിൽ. ജുറൈഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജഡ്ജ്. അലി റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ പറഞ്ഞു, ആ പടയങ്കി എൻ്റേതാണ്, ഞാനതാർക്കും ദാനമായി നൽകിയിട്ടുമില്ല, വിറ്റിട്ടുമില്ല.
അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ വല്ല തെളിവുണ്ടോ? നിങ്ങളുടേതാണ് എന്ന് സമർത്ഥിക്കാനുള്ള വല്ല തെളിവുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒന്നുമില്ല, ഒരു തെളിവുമില്ല. എൻ്റേതാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന തെളിവൊന്നുമില്ല. അങ്ങനെ ആ പടയങ്കി ജൂതൻ്റേത് തന്നെയാണ് എന്ന് കോടതി വിധി എഴുതി. ഒരു പ്രതിഷേധവുമില്ലാതെ അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു പോകുമ്പോൾ ആ ജൂതൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ കൂടുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഭരണാധികാരിയായ എന്ത് നിയമങ്ങളും നടത്താം, എന്നിട്ട് കൂടി അവിടെ തൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമമല്ല അലി റളിയല്ലാഹു അൻഹു ഇന്നുണ്ടായത്. ആ ജൂതൻ വിശ്വാസിയാകുവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാം ഉമർ എന്ന് പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മുസാഹിം എന്ന് പറയുന്ന ഒരു PA, ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്ന കൽപ്പന, യാ മുസാഹിം ഇദാ റഅയ്തനി ലലംതു ഫഖുദ് ബിതലാബിബി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് മുസാഹിമേ നീ കാണുകയാണ് എങ്കിൽ അതിനു വേണ്ടി നീ തർക്കിക്കുകയോ ആളുകൾക്ക് മുമ്പിൽ എന്നെ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഫഖുദ് ബിതലാബിബി, എൻ്റെ കോളർ പിടിക്കണം, ഇതിൻ്റെ കോളർ പിടിക്കണം. എന്നിട്ട് വഖുൽ, മുസാഹിമേ നീ പറയണം, ഇത്തഖില്ലാ യബ്ന അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ പടച്ചോനെ സൂക്ഷിക്കണട്ടോ എന്ന് എൻ്റെ കോളർ പിടിച്ചിട്ട് പറയണം. പേര് കേട്ട രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിൽ പോലും പൂർണ്ണമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംശുദ്ധമായ ഭരണം നടക്കുന്നുണ്ട് എന്ന അഭിപ്രായവും നമുക്കില്ല. പക്ഷേ ഈ ഉപദേശങ്ങളെല്ലാം വിലപ്പെട്ട ഉപദേശങ്ങളാണ്, ലോകം കേൾക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അജയ്യത മനസ്സിലാക്കുവാൻ, ലോകത്തുടനീളം ഈ വിശ്വാസവും ആദർശവും എങ്ങനെയാണ് പ്രചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ അറിയുക, രാജ്യത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച് എല്ലാം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മളങ്ങനെ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും അവിടെ ഈ പറഞ്ഞ പടച്ചവനെ പേടിച്ചുകൊണ്ട് തഖ്വയോടുകൂടി, ഖൗഫോടുകൂടി, പക്ഷപാതിത്വമില്ലാതെ നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ നാം തയ്യാറാവുക. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ ഒരു വേള ഞങ്ങൾക്ക് പ്രാധാന്യമർഹിക്കുന്നത് ഞങ്ങളോട് വിട പറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിതകൾ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നാഥ, അവരൊറ്റക്കാണ്. ഞങ്ങൾക്കിവിടെ പലരുമുണ്ട് കൂട്ടിന്, ഞങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും പലരുമുണ്ട്. അവർ ബർസഖിൽ ഒറ്റക്കാണ്. പടച്ചവനെ, നീ അവരെ സഹായിക്കണമേ തമ്പുരാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് ഒരു കവാടം ആ ഖബറിലേക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അനുഭവിക്കുന്ന ആളുകളുടെ അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.